അച്ഛൻ ഇന്ന് നിങ്ങൾ കമ്പത്തിന് പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ലേ? കമ്പത്തിന് പോയിട്ട് തന്നെ വാങ്ങിക്കാനാ. ഇല്ല, ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പൊറോട്ടയും കറിയും മതിയോ എനിക്ക്? വെറൈറ്റി ആയിട്ട് തന്നെ ഉള്ള പൊറോട്ട കൊണ്ട് വെറൈറ്റി ആയിട്ടൊന്നുമില്ല. നീ ഇരിക്കുന്ന തക്കാളിയും സവാളയൊക്കെ വേണമായിരിക്കും അതേ ഉള്ളൂ. കൊത്തു പൊറോട്ട ഉണ്ടായിരിക്കും. അതിനാണോ ഇരിക്കുന്നത്? അതാ നിങ്ങൾ പറയുന്നത് ഉണ്ടാക്കാം. അല്ലേ ഞാനിത് സവോള ഇട്ട് പഴിച്ചിരുന്നു. എന്നാൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാൽ മതിയോ? മതി മതി. കൊത്തു പൊറോട്ട ആക്കണമെങ്കിൽ മുട്ടയുണ്ടോ? മുട്ട ഇരിക്കില്ലായിരുന്നു. പിന്നെ മുട്ടയില്ലേ? നമ്മുടെ ജിമ്മനോട് ചോദിച്ചു നോക്കിയാ മുട്ടയുണ്ടോ? ഉണ്ടോ? ആ എന്നാ പിന്നെ കുഞ്ഞിക്കുന്ന കൊത്തു പൊറോട്ട വേണമെന്ന് പറഞ്ഞാൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയേക്കാം. ലീന ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെന്ററിലായി പോയി. രണ്ട് സൈഡിൽ വെക്കണ്ടായിരുന്നോ? ഇത് കുറച്ച് സൈഡിലോട്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മതിയാ. ഇത് ചെരിഞ്ഞിരിക്കുന്ന വളഞ്ഞിരിക്കുന്ന പക്ഷെ ഇത് വലുതാ. വലുതാക്കി വെച്ചാൽ മതി. പെട്ടെന്ന് അരിഞ്ഞു, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും നടക്കില്ല. പെട്ടെന്ന് അരിഞ്ഞു. ഞാനെന്നാ ഇതിപ്പം കാച്ചിക്കരിയാ പോവാ. പെട്ടെന്ന് അരിഞ്ഞു തീർക്കുവാണെങ്കിൽ മുളകിന്റെ അല്ല തക്കാളിയുടെ പുറകിൽ ഇത് നിൽക്കുന്നില്ല. ഞാൻ നിൽക്കുമെന്ന് ഓർത്തെ. പിന്നെ തക്കാളിയുടെ പുറകിൽ അങ്ങനെ നിൽക്കുക. തക്കാളിയൊക്കെ ഇപ്പൊ തീരും. അതെ അതെ, പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രൊഫഷണൽ ഷെഫ് ഇപ്പൊ ഇതെല്ലാം അരിഞ്ഞെടുക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ അരിയാം. ഇതാ പ്രൊഫഷണൽ ഷെഫുമാർ അരിയുന്നുണ്ടോ? നിങ്ങൾ ഇത് കണ്ടോ? പ്രൊഫഷണൽക്കാരൊക്കെ അരിക്കുന്നത് പലകെ വെച്ചാ. ഇത് രണ്ട് കയ്യും കൂടെ വെക്കാം ഇങ്ങനെ. അത് കൊള്ളാം. കൈ കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായല്ലേ? ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഓരോ കയ്യും കാലും ഒക്കെ ഇങ്ങനെ നടത്തിയെടുക്കും. രണ്ട് കയ്യും കൂടി വെക്കാം. അയ്യോ ഒരെണ്ണം പോയില്ലോ. അത് കുത്തി വെച്ച് കഴിഞ്ഞിട്ട് എടുത്തത്. രണ്ട് കണ്ണും കൂടെ വെച്ചാലോ? കൊള്ളാം. കണ്ണും കാലും ഒക്കെ വെച്ചോണ്ട് അയ്യോ 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 ഇതെടുത്തരിഞ്ഞു. ഇതും കൂടെ വെച്ചാൽ മതി. ഒരു കാര്യം ചെയ്യാതെ കണ്ണും കാലും കയ്യും ഒക്കെ വെച്ചോണ്ടിരിക്കാം. ഞാൻ പൊറോട്ട ആയിട്ട് തിന്നോളാം. വേണ്ട വേണ്ട. ആ പൊറോട്ടയും കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പീസ് ആക്കും. അതെ അതെ അതെ. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആവുമോ? പൊറോട്ട കട്ട് ചെയ്തെടുക്കാം. പാത്രത്തിൽ തന്നെ വീഴുന്നുണ്ടോ എന്ന് നോക്കണേ കട്ട് ചെയ്തിട്ട്. അതെനിക്കിപ്പോ ഒരു സംശയമുണ്ട്. അടുത്തിരിക്കുന്ന ആളിന്റെ വായിലോട്ട് വീഴുവെന്നാണോ? കുറവ് വന്നിട്ടുണ്ടോ? പോകുമോന്നൊരു സംശയം ഇപ്പൊ. അതിനാണോ അടുത്ത് വന്നിരിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. അതിലും ചെറുതാക്കണം. പൊറോട്ടയല്ലേ? ഇത്രയും പോരെ? വലിപ്പം പോരെ? അങ്ങനെയുണ്ടല്ലേ, പിച്ചിക്ക് ഇരുന്നോലെ വേണ്ട. ഇവലിപ്പല്ലേ? അതെ. കുറച്ചുകൂടെ ചെറുതാക്കി നല്ല ടേസ്റ്റാണ്. ഇത്ര മതിയോ? ഇത് വലുതല്ലെങ്കിലും തടി ഉണ്ടല്ലേ? കട്ടിയുള്ള പൊറോട്ട. ഇത്ര മതിയോ? കടകളിൽ ഇത് പിച്ചിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം കഞ്ഞിയും പയറുമെന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ കഞ്ഞിയും പയറുമായിരിക്കും. ചൂട് കഞ്ഞിയും ചെറുപയറും. രണ്ട് പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മഴ അങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലേ? വേറെ ഒന്നും വേണ്ട. മഴ തുടങ്ങി, തണുപ്പ് തുടങ്ങി, മഞ്ഞായി, മഞ്ഞ കാറ്റും. മുട്ട പൊട്ടിക്കട്ടെ. മുട്ട ഇപ്പഴല്ല, അത് വഴറ്റിയിട്ടാ പൊട്ടിക്കണം. നടത്തിരുന്നിട്ട് എന്റെ കണ്ണ് തീർന്നു. സവോള അരിഞ്ഞിട്ടാ. പ്രൊഫഷണൽ ഷെഫ് കത്തിയും കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു. നീ ചറുമുറാന്നായിരിക്കും. പൊറോട്ട മാത്രം കുഞ്ഞി അരിയാനൊന്നും കൂടുതൽ തിന്നാനേ കൊടുക്കാമെന്ന് തോന്നുന്നു. വേണേ ഇളക്കിയൊക്കെ സഹായിക്കാം. കൈകൊണ്ട് പിച്ച് കീറി ഇട്ടാൽ മതി. ഇതുപോലെ ഇടണം. പൊടി പൊടിയായിട്ടാ. ഇങ്ങനെയാ, അല്ലാതെ വലുത കഷ്ണമായിട്ടല്ലല്ലോ വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരണം. പൊറോട്ട കേൾക്കുമ്പോഴത്തേക്കും പടപടാന്ന് ആൾക്കാരെല്ലാം
ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ പിച്ചിക്കീറി എല്ലാം റെഡിയാക്കി. ഒരു പ്ലേറ്റ് നിറച്ചു. ആ എന്നെ ഉത്സാഹം വന്നു പോയി. ഞാൻ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് ഓർത്ത് വന്നതാ. സഹായം ആയിക്കോട്ടെ മനസ്സിലായി. കപ്പൻ ചക്കയൊക്കെ എന്ന് പറഞ്ഞ ആരും ഓടി വരും. അതെ ഒരു വിളിച്ചു വിളിച്ചു മടുക്കുള്ളൂ. പൊറോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പട ഓടി ഓടി ആള് വരും. പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ല കറി ഏതാ കുഞ്ഞി? ബീഫ്, പൊറോട്ടയും ബീഫും അല്ലേ? നിനക്കോ? പൊറോട്ട ബീഫ് റോസ്റ്റ് അമ്പടി. അച്ഛയുടെ വെറൈറ്റിയാ. ഞങ്ങള് പാലും വെള്ളം ഒഴിച്ച് പൊറോട്ട തിന്നുമായിരുന്നു. പാലില്ലേ? പാലൊഴിച്ച് പഞ്ചസാരയും കൂടെ. പാലും പഞ്ചസാരയും കൂടി ഇടണം, പൊറോട്ടയ്ക്ക് നല്ലതാ. പൊറോട്ടയ്ക്ക് ചൂട് പാല്. ഇത് പിച്ച് എനിക്ക് കീറിയിട്ടിട്ട് ഏറ്റവും ഇഷ്ടം പൊറോട്ടയും മീൻകറി. മീൻകറി നല്ലതാ. എനിക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ടയ്ക്ക് മുട്ടക്കറിയാണ്. എനിക്ക് സെക്കൻഡ് മീൻകറി, ഫസ്റ്റ് ബീഫ്. ഇതിലെല്ലാം ടേസ്റ്റ് സാധനം പൊറോട്ടയും സാമ്പാറും. സാധാരണ അതാ കിട്ടുള്ളൂ, അതുകൊണ്ടാ. സാമ്പാർ എല്ലാം കടയിൽ കയറുമ്പോൾ പൊറോട്ടയും സാമ്പാറും കിട്ടിയിട്ടുണ്ട്. സാമ്പാർ ഫ്രീ. അത് നേരത്തെ, ഇപ്പൊ ഫ്രീ അല്ല. കോടതി വിധിയുണ്ട്, ഗ്രേവി ഒന്നും ഫ്രീ അല്ല. വെറുതെ അത് നമുക്ക് ഉണ്ടാക്കിയതല്ലോ. കിട്ടിയില്ലേ തമിഴ്നാട്ടിൽ നിന്ന്? അവിടെയൊക്കെ പൈസ കൊടുക്കും അല്ലാതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാലോ, എന്നാ പെട്ടെന്ന് റെഡിയാക്കിയാലോ. തണുപ്പായതുകൊണ്ടേ എണ്ണയുടെ അവസ്ഥ കണ്ടോ? ആ തണുപ്പായതുകൊണ്ട് എണ്ണ കംപ്ലീറ്റ് ഉറഞ്ഞിരിക്കുക അല്ലേ? ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് മണ്ടേ പിടിച്ചാൽ ചൂടാകത്തില്ല. ചൂടായി ഇത് ഉരുകി വരുന്നുണ്ട്. ഒഴിക്കും. ആ വന്നു മിഷൻ കംപ്ലീറ്റ് വിജയിച്ചിരിക്കുന്നു. തണുപ്പായപ്പോഴത്തേക്കിനും മൊത്തം എല്ലാം കുറഞ്ഞെല്ലാം ഇരിക്കാൻ തുടങ്ങി, എണ്ണയെല്ലാം. എല്ലാവർക്കും തണുപ്പായല്ലോ. ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നറിയാവോ? 7 മണിക്ക് മഴയാണെങ്കിൽ 10 മണിക്ക് വെയില്. രാവിലെ ഞാൻ ഇറങ്ങിയപ്പം വെയില് നിന്നിടത്ത് ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങിയപ്പം മഴ പെയ്യുന്നു. അതാ പറഞ്ഞ ഇതിപ്പോ ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും പെട്ടെന്ന് പെട്ടെന്ന്. ഇനി ഒരു 2 മാസത്തേക്ക് നല്ല സുഖമാണ്, തണുപ്പായിരിക്കും, മഞ്ഞും. നീ എന്നാക്കി ഇടാൻ പോന്നെ? ഷെഫിന് ആവശ്യമുണ്ടോ? പച്ചക്കറി അതെല്ലാം കേട്ടോ. ചൂടായിരുന്നല്ലോ അല്ലേ? പിന്നെ പച്ചക്കറി ഇടും. അതിനുള്ള ഒരു പ്രാക്ടീസ് അല്ലേ? അല്ല ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഞാൻ ഒരു സൂപ്പർ ഷെഫാണ്. ആണോ? ഷെഫ് ആകുന്ന പറഞ്ഞു. ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ടാക്കാം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വല്ല വായിക്കുരിക്കായിട്ട് എല്ലാം കഴിക്കാൻ. ഇപ്പോഴത്തെ ഇതൊന്ന് പറഞ്ഞതാണല്ലോ. അതെ അതെ, അത് ഞങ്ങൾക്കിട്ടൊന്ന് വെച്ചതാണ്. ഉപ്പൊന്നും ഇടണ്ടേ? പിന്നെ ഉപ്പൊക്കെ ഇടാം, ആദ്യം ഒന്ന് വാടി വരട്ടെ. ഇനി ഇത് നോക്കിയോ, ഇവനെ ഇത് കണ്ടിട്ട് ചിലപ്പോ ഇവനെ കൊണ്ട് 2-3 പേര് ഫുഡ് ഉണ്ടാക്കിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കുഞ്ഞിക്കധികം സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, ക്ഷമയില്ലെന്ന് പറഞ്ഞു. വാടി അടുത്തിട്ടോ. അടുത്തിട്ടതല്ല, ഇച്ചിരി നേരം ഇങ്ങനെ ഇറങ്ങട്ടെ. അപ്പൊ ഇച്ചിരി വാടി കിട്ടിക്കോളൂ. മൂടി നമുക്കണ്ടേ? ഓ വേറെ ഉണ്ടല്ലോ. വാടിയാ മതി. ഉപ്പിട്ടായിരുന്നോ? ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ല റെഡിയാക്കും. ഇളക്കി റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അമ്മ പറഞ്ഞ 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ, വാടി. അങ്ങനെ പൊട്ടിക്കാവോ? മുട്ട താഴെയിട്ട് പൊട്ടിക്കാനല്ല പറഞ്ഞു. ആണോ? അയ്യോ കൈ കളഞ്ഞേക്കല്ലേ. 2 നേരങ്ങൾ നമുക്ക് മറ്റേ തട്ടുകട നടത്താം കേട്ടോ. ഇത് കുറച്ചുകൂടെ പ്രാക്ടീസ് ആകാനുണ്ടോ? ഉണ്ടോ? മുട്ട പുഴുങ്ങാനാണെ പോപ്പിക്കറിയാം കേട്ടോ. മുട്ട പുഴുങ്ങാനാണെങ്കിൽ പോപ്പിക്കറിയാം. അതെ ഞാൻ വെള്ളത്തിനകത്ത് എടുത്തിട്ട് പോലെ. പൊട്ടിച്ചോ? അസമ്മതി പറഞ്ഞേക്കുമ്പോഴേ
അച്ഛമ്മച്ചി വലിയ ബോളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞേ. കൊറേ ബോളൊക്കെ വെച്ച് അമ്മാനെ പാടുന്നു. ആ മുട്ട കൊടുത്താലോ, മുട്ട കൊടുത്ത് നോക്കിയാലോ ചെയ്യോ. ആ ബോള് വെച്ച് അമ്മാനെ പാടാം, പക്ഷെ മുട്ട വെച്ച് അമ്മാനെ പാടാം. മുട്ട വെച്ചൊക്കെ അമ്മാനെ ആടുന്നവര് കാണും കേട്ടോ. പുഴുങ്ങിയ മുട്ട വന്നാലും മതി. ആ അതാകുമ്പോ പൊട്ടുകയല്ലോ. അല്ല നീ മുട്ട ഇങ്ങനെ തന്നാ മതി, ഞാനമ്മനെ മേടിക്കാനിക്കാം. പാത്രം കുത്തിപ്പൊട്ടിക്കണ്ട, അതിന് ജോലി എടുക്കണ്ട. നല്ലപോലെ എടുക്കണം, നല്ല അതിന്റെ ആ ഇതിനിട്ട് കുത്തും. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട പോകുന്നുണ്ടോ അതില്ലേ? ഞങ്ങള് പൊറോട്ടയ്ക്ക് കാവലിരിക്കുക. ആണോ? നിങ്ങളെ കാവലിരുത്താൻ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. ഒന്നും റെഡിയാകുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറയൂ. അത് കണ്ടില്ലേ ഇവിടെ ഇത് ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇതാ ഞാൻ പറഞ്ഞേ. എത്ര നേരം നോക്കിയിരിക്കുന്നത് അല്ലേ? റെഡിയായോ? ഒഴിക്കാൻ പോകും. ആണോ? 3, 2, 1 go. ആ ഇന്ന് അച്ചമ്മച്ചി സ്പെഷ്യലാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ എഗ് പിസ്സ ആക്കാം അല്ലേ? എന്റെ ഭാഷയില് വേറെ വരാ വലിയ ഓംലേറ്റ്. ആ അത് കൊള്ളാം. ഒരെണ്ണം അടിച്ചു നോക്കണം, അത്ര മുട്ട ഇട്ട് ഒരെണ്ണം അടിച്ചു നോക്കണം. അടിയായിട്ട് വരുമല്ലേ. നിങ്ങളെ ആരെയും ഞാൻ പറഞ്ഞ ഒന്നും തീറ്റില്ല. ആ പാലിന്റെ അകത്തോട്ട് തന്നെ ഉണ്ടാക്കണം വലിയ ഓംലേറ്റ്. ഇതിപ്പം ലക്ഷണം കണ്ടിട്ട് മറ്റേ മുട്ട അണ്ടാബുർജി, മുട്ട ബുർജി വെച്ച പോലെ ഉണ്ട് അല്ലേ? ഇതിനകത്തോട്ട് ഇനിയിപ്പോ ഇതിനകത്തോട്ട് മറ്റേ പൊറോട്ടയും കൂടെ ഇട്ട് ഇളക്കി എടുത്താൽ പോരെ അല്ലേ? അങ്ങനല്ലേ, നമ്മള് നേരത്തെ ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ളതാ. ആ സെറ്റ് ആവുമായിരിക്കും. ഇത് ഏതാണ്ട് ഏകദേശം ഒരു 3/4 വേവൊക്കെ ആയി കേട്ടോ. നിങ്ങളവിടെ ബുർജിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, ഇവിടെ പൊറോട്ട തരും. അതിനെ പോകുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, ഞാൻ അന്നേരം മുറിച്ച് തന്നെ കൊണ്ട് വെച്ചില്ല. പൊറോട്ട ഏതെങ്കിലും വഴിക്ക് പോയെങ്കിൽ കുഞ്ഞു നിർത്തി. എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. ആ അതാണ്ട് എല്ലാം കൂടെ മിക്സായിട്ട് റെഡിയാവുന്നുണ്ട്. ഓ കരിയൊന്നും പോകത്തില്ല. കല്യാണം നമ്മൾ പേര് മാറ്റും. കല്യാണം നമ്മൾ പേര് മാറ്റും. ഇല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നല്ലേ ഉണ്ടാക്കുന്നത്. ആ ഉമ്മ കളിയാക്കുന്നല്ലേ? ലോക്കൽ പരിപാടിയൊന്നും അല്ല, 10,000 പേരെ കേറ്ററിംഗ് വരെ ചെയ്ത് ആളെടുത്താ. ആ ഇറക്കുന്നല്ലേ? സദ്യക്ക് കൊത്തുപൊറോട്ട. ആ മുട്ടായും ഗ്രീൻ പീസ് കറിയും അങ്ങനെ പല പല സാധനങ്ങളാണ്. കുഞ്ഞി ആ വെളിയിൽ എങ്ങനെ ഉണ്ട് ഇരുട്ട്? വെളിയിൽ നല്ല ഇരുട്ട, ഒന്നും കാണുന്നില്ല. ആ കുറ്റാക്കൂരി ഇരുട്ട്. നേരത്തെ ഇരുട്ടിയല്ലേ? ചീവീടുകളുടെ കരച്ചിൽ. പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ. വെള്ളിയാഴ്ച ആയിരുന്നു ഈ കാര്യം എന്താ അമ്മേ റെഡിയായോ? റെഡിയായി കഴിച്ചാൽ മതി. ആ എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വിളമ്പിയേക്കാം. കുഞ്ഞിക്ക് നല്ല ഉത്സാഹമുണ്ട് കേട്ടോ. എല്ലാരും മട്ടത്തിലെങ്ങിരുന്നു. തമിഴ്നാട് ഗ്രേവിയാണോ അമ്മ? കഴിച്ചാലോ? എന്നാ കഴിച്ചോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. പോപ്പി ടേസ്റ്റ് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് ടേസ്റ്റ്, എങ്ങനെയുണ്ടെന്ന് നോക്കി. സൂപ്പറാണോ? സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല സൂപ്പർ സാധനം.
നല്ല ചൂട് കൊത്തു പൊറോട്ടയും നല്ല തണുപ്പും മഴയും. അതെ അതെ. കരിങ്കാപ്പി കൂടെ ആയിരുന്നു ആ ഞാൻ ഓർത്ത് പറയും ഞാന്. ഒരു കരിങ്കാപ്പി കൂടെ പൊട്ടല്ലേ. വേണോ? കഴിച്ചിട്ടില്ല. കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ചൂട് കാപ്പി കുടിക്കണം. നേരത്തെ ഒക്കെ ഇങ്ങനെ മധുരം ഇടാത്ത കാപ്പി വെക്കുവരെ കുറച്ച് പൊടി ഇട്ടിട്ട് വിത്തൗട്ടോ കപ്പപ്പുഴുക്കൊക്കെ കുടിച്ച് മറ്റേ പാട്ടവെള്ളം. വാട്ടവെള്ളമല്ല വാട്ടവെള്ളം. അതെന്നാന്നറിയോ, നേരത്തെ ഒക്കെ കടുങ്കാപ്പി തിളപ്പിക്കുന്ന കലമുണ്ട് എല്ലാ വീട്ടിലും. ആ കാലത്തിനകത്ത് അച്ചമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ചമ്മച്ചിയൊക്കെ ചെറുപ്പോ വീട്ടിൽ ഇത്രയുള്ള കലമൊക്കെ ഉണ്ടായിരുന്നു, കാപ്പി വെള്ളം പോലെ. എന്നിട്ട് രാവിലത്തെ കാപ്പി തിളപ്പിച്ച് കഴിയുമ്പോ അതിനകത്ത് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് രാവിലെ കടുപ്പത്തിൽ കുടിക്കും തിളപ്പിച്ചു. അതിന്റെ ആ മട്ട അതിനടിയിൽ കിടക്കും. അതെങ്ങനെ അതിനകത്തോട്ട് കഴിക്കാൻ നേരത്തന്നെ കപ്പയൊക്കെ തിന്നു ചക്കയൊക്കെ തിന്നണേ ആ നേരത്തെ അതിനകത്തോട്ട് ഒരു കലം വീണ്ടും ആ കലം നിറച്ച് വെള്ളം കൊണ്ട് എടുക്കും മട്ടിനകത്തോട്ട്. ഒന്നേരം തിളച്ച് കിടക്കുമ്പോൾ കുടിക്കാൻ നല്ല രുചിയാ തിന്നുമ്പോ. വീട്ടിലെ പണ്ടേ പിന്നെ ചെറുപ്പാ വീട്ടിലൊക്കെ ആയിരുന്നപ്പോണ്ടല്ലോ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഒരു ഇത്ര ഉള്ളൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു കോപ്പ പോലെ. ആ പ്ലേറ്റിനകത്താണ് കാപ്പി കുടിക്കുന്നത്. രാവിലെ എഴുന്നേറ്റാ ഒരു ഇത്രയുള്ളൊരു പ്ലേറ്റിനകത്ത് കാപ്പി. ഇതിനേക്കായി കൊള്ളു ഇരുമ്പ് കിണ്ണാന്നാ പറയുന്നത്. ഇരുമ്പ് കിണ്ണ ഇരുമ്പ് പിഞ്ഞാണ് കാപ്പി കുടിക്കും. കടുങ്കാപ്പി മധുരമൊന്നുമില്ല. അത് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് കുടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കാപ്പി കുടിക്കണം. നമ്മുടെ വല്യച്ഛൻ കുടിക്കുന്നത് എങ്ങനെയായിരുന്നു അറിയോ? നല്ല കാപ്പി നല്ല കുറുക്കിയ കുടിക്കുള്ളായിരുന്നു. അതുപോലെ കാപ്പിപ്പൊടി ഇടും. പക്ഷെ ഇപ്പൊ കാപ്പിപ്പൊടിക്ക് 800 രൂപ വില. പണ്ടൊക്കെ ഇഷ്ടംപോലെ കാപ്പി ഉണ്ട്. അന്നേരം പറമ്പിലെ ഇഷ്ടംപോലെ കാപ്പി. അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാപ്പി ഉണ്ടായിരുന്നു. കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അച്ഛൻ കൊടുക്കുകയല്ല. പിറ്റേ വർഷം കാപ്പി പറിച്ച് ഉണങ്ങിയാലും മീതി ഇരിക്കുന്ന കൊടുക്കുകയല്ല. തലേവർഷം ഒരു വർഷം കുടിക്കാനുള്ളത് വേണ്ട. പിന്നെ മുട്ട വെച്ച് ഉണങ്ങിയിട്ട് അത് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് കാപ്പി ഇറക്കി കുടിക്കും. കാപ്പിയുടെ ഇല ഇപ്പൊ ചായ തേയില ഇലയല്ലേ? അത് ഇലയുടെ അല്ലേ? കാപ്പിയുടെ ഇല കാപ്പിക്കുരുവിന്റെ എത്ര വെക്ക് തരുന്നുള്ളൂ. ചെറിയ ചവ കിട്ടും. അതേ ഉള്ളൂ. കാപ്പിയുടെ വെള്ളം തിളപ്പിച്ച് നോക്കണം. പിള്ളേർക്ക് വല്ലതും അറിയണോ? കപ്പയുടെ പണ്ടത്തെ കാലം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എല്ലാവരും അറിയണം. ഇപ്പൊ ഓർഡർ ചെയ്താൽ അന്നേരം സ്വിഗ്ഗി സൊമാറ്റോ എന്നും പറഞ്ഞ് പോരുമല്ലേ. അപ്പൊ പണ്ടുള്ള ആളുകൾ അതുപോലെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖം. എങ്ങനെയുണ്ട്? എല്ലാരും കഴിച്ചു നോക്കിയിട്ട് കൊള്ളാം. കഴിച്ചു കഴിച്ച് ഇതിങ്ങനെയുണ്ടല്ലോ, പൊതിഞ്ഞ ഇലക്കകത്തിട്ട് കുറച്ചു നേരം വെക്കണം. പൊതിച്ചോറ് പോലെയോ? കുറച്ചു നേരം കഴിയുമ്പോൾ കഴിക്കണം. നല്ല ചൂടാക്കി കഴിക്കുമ്പോ ഇലയുടെ ഒരു മണോ ഒരു രുചി. ഇതിനകത്ത് മറ്റേ ചിക്കൻ ഗ്രേവിയോ അങ്ങനെ എന്തെങ്കിലും ഗ്രേവി ഉണ്ടെങ്കിൽ ആ ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് ഇത് ചിക്കന്റെയും മട്ടന്റെയും ഗ്രേവി ആയിരിക്കുന്നു. അങ്ങനെ ഒഴിച്ച് ഇളക്കിയിട്ട് എടുക്കും. ഈ ഇത് ഉണ്ടാക്കുന്ന കൂടത്തിൽ തന്നെ ഉണ്ടാക്കുന്ന കൂടത്തിൽ തന്നെ പാനിനകത്ത് ഗ്രേവിയും കൂടെ ഒഴിച്ച് ഇളക്കി എടുക്കും. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുമ്പോ അങ്ങനെയൊക്കെ അപ്പോഴേ നല്ല കൊത്തുപൊറോട്ടയാ കേട്ടോ. ഉണ്ടാക്കി തന്നതിന് നന്ദി. ഉണ്ടാക്കാൻ സഹായിച്ച കുഞ്ഞിക്ക് ഞങ്ങളുടെ നന്ദി. കുഞ്ഞൊന്നും സഹായിച്ചില്ല, ഞാനത് സഹായിച്ചു. മുട്ട പൊട്ടിക്കാൻ സഹായിച്ച പോപ്പിക്ക് നന്ദി. കുഞ്ഞു ചുമ്മാ ഇരിക്കുവായിരുന്നു. നിങ്ങളെല്ലാവരും നന്ദിയൊക്കെ പറഞ്ഞിരുന്നു. ഞാനിതങ്ങ് കഴിച്ചോളാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.